നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളവും തമിഴ്നാടും കണ്ണുവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ തമിഴ്നാട്ടിൽ BJPയുടെ കരുത്തു തെളിയിക്കാൻ തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുക തന്നെയാണ് ഇതിന് പിന്നിൽ. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലും സന്ദർശനം നടത്തും. കേരളത്തിലെ BJP നേതാക്കൾക്ക് വോട്ടുറപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശ്രമം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി ഈ മാസം 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 10,000-ങ്ങളെ അഭിസംബോധന ചെയ്യും. 19-ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 19-ന് രാവിലെ 10-ന് പാലക്കാട് ഗവൺമെന്റ് മോയൻ സ്കൂൾ പരിസരത്ത് നിന്നാണ് കോട്ട മൈതാനം 5 വിളക്ക് വരെയാണ് റോഡ് ഷോ നടക്കുക. ഗവൺമെന്റ് മോയൻ സ്കൂൾ മുതൽ സ്റ്റേഡിയം സ്റ്റാൻഡ് വരെയും പരിഗണനയിലുണ്ട്. സുരക്ഷാ സേനയുടെ പരിശോധനയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനമാകൂ. നേരത്തെ 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും മോദി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. അതുപോലെ 15-ന് പ്രധാനമന്ത്രി വീണ്ടും പ്രചാരണത്തിനായി സേലത്തെത്തും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3-ാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുന്നത്. ഈ വരവിൽ സേലത്തും കന്യാകുമാരിയിലും കോയമ്പത്തൂരിലെയും പൊതുയോഗം അദ്ദേഹം പ്രചാരണ പരിപാടിയാക്കും. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, നാമക്കൽ, കരൂർ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ കൊങ്കുനാടു മേഖലയിൽ വോട്ടർമാരെ ആകർഷിക്കാനാണ് തീരുമാനം. 1,00,000-ലധികം പ്രവർത്തകരെ യോഗത്തിൽ അണിനിരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. 16-ന് കന്യാകുമാരിയിൽ നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, രാമനാഥപുരം, തെങ്കാശി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തും. കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നാണ് പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങൾ ആരംഭിച്ചിരുന്നത്. 18-ന് കോയമ്പത്തൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇതുവരെ സഖ്യ തീരുമാനം അന്തിമമായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ വരവ് പാർട്ടിയെ ഉന്മേഷത്തിലാക്കുന്നുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരണം പിടിച്ചതോടെ ദക്ഷിണേന്ത്യയിൽ കയറിപ്പറ്റാനുള്ള BJPയുടെ വഴികൾ നിലച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയെ തന്നെ പ്രചാരണത്തിനായി കളത്തിലിറക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓരോ വരവും തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന തരത്തിൽ കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK, DMDK, PMK, പുതിയ തമിഴകം, അതുപോലെ തമിഴ് മാനില കോൺഗ്രസ്, പുതിയ നീതി കക്ഷി എന്നിവയാണ് BJP ഉൾപ്പെടുന്ന NDAയിൽ ഉണ്ടായത്. എന്നാൽ അണ്ണാ DMK ബന്ധം വിട്ട സാഹചര്യത്തിൽ PMK, DMDK എന്നിവയെ കൂടി നിർത്താനാണ് പദ്ധതിയിട്ടതെങ്കിലും ചർച്ചകൾ ഇഴയുകയാണ്. നിലവിൽ GK വാസന്റെ തമിഴ് മാനില കോൺഗ്രസും നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷിയും AC ഷൺമുഖന്റെ പുതിയ നീതി കക്ഷിയും പോലുള്ള ചെറു പാർട്ടികൾ മാത്രമാണ് BJPയുമായി സഖ്യത്തിലുള്ളത്. അണ്ണാ DMK വിമത നേതാവ് O പനീർശെൽവവും TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും വൈകാതെ സഖ്യത്തിലെത്തുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.